ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് എടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ആഘോഷം, കേക്ക് കട്ടിങ്ങും പായസമൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ആരില്ല കേട്ടോ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഈവനിങ് തൊട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അച്ഛനും അമ്മേനെ ഞാൻ പിന്നീടാണ് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടായില്ല, ചേട്ടായി വർക്കിന് പോയിരിക്കുകയാണ്. ചേട്ടായി ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു വീട്ടിൽ. ഈ ദിവസത്തെ ഇവിടെ ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്ററുണ്ട്, ആളുടെ കൂടിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പായസമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അടപ്രഥമനാണ് ഇഷ്ടം. പിന്നെ എപ്പോഴും അടപ്രഥമനായ രസമില്ലല്ലോ, അപ്പോൾ സേമിയ വെക്കാം. അപ്പോൾ സേമിയ അല്ല, സത്യത്തിൽ പാലടയുടെ മിക്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്ത് വന്നപ്പോഴത്തേക്കും അതൊന്നും കുറുകിയിട്ടില്ല, ഒരുമാതിരി വെള്ളം പോലെ ആയിരുന്നു ഫസ്റ്റ് കിടന്നിട്ടത്. പിന്നെ ഞാൻ സേമിയ കൂടെ വാങ്ങിച്ചിട്ട് അതോടെ ചേർത്തപ്പോഴത്തേക്കാണ് നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചുമ്മാ അങ്ങനെ കറങ്ങിക്കറങ്ങി വേണ്ട. അത് ഈ മേശപ്പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പാത്രവും അതും ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ കേക്ക് അവിടെ ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ട്. 5 മണിക്കാണ് കേക്ക് കയ്യിൽ കിട്ടിയത്. അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ടും വെച്ചു, അല്ലെങ്കിൽ മെൽറ്റായി നാശമാകും. അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ടൈം ആകുമ്പോൾ എടുത്താൽ മതിയല്ലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങളത് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ കുറച്ച് പേപ്പർ ഗ്ലാസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ തൊട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് വെച്ചിട്ടുള്ളത് എന്തായാലും നന്നായി. അപ്പോൾ എല്ലാവർക്കൊക്കെ കൊടുക്കാമല്ലോ പായസമാണെങ്കിലും. അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ ഇവിടെ ഗ്ലാസ്സൊക്കെ റെഡിയാക്കി വെക്കുവാണ്. അപ്പോൾ നമ്മളധികം പേരല്ല, നമ്മുടെ ഫാമിലിയിലെ ആൾക്കാർ തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും കൊണ്ട് കൊടുക്കും, നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സിനൊക്കെ കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഷോർട്സ് കൂടെ അപ്ലോഡ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ വീഡിയോസൊക്കെ ഇനി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെന്നു അമ്മയ്ക്ക് അച്ഛനെ കൊടുത്തു. അപ്പോൾ ഈ ദിവസമാണെങ്കിൽ കേക്ക് കൊടുത്തിട്ട് അവൾ കഴിക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ കഴിച്ചു. ആ ടൈമിൽ അവൾ കഴിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ സ്വന്തം ബ്രദറാണ്, ആൾ കേക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ കൊടുക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാണ്. ഞങ്ങൾ എല്ലാ വർഷവും തന്നെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് സന്തോഷിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഹാപ്പിനെസ്സൊക്കെ ഞാൻ ഈ ഒരു രീതിയിലൊക്കെ കൊടുക്കും. അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ പായസമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സെറ്റായി വന്നിട്ടുണ്ട് സാധനമൊക്കെ. അപ്പോൾ അതൊക്കെ ഇത് പേപ്പർ ഗ്ലാസ്സിലിട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ അടുത്തുള്ളവർക്കും ബന്ധുക്കൾക്കൊക്കെ പായസം കേക്കായിട്ട് കുറച്ചായിട്ട് എല്ലാവർക്കൊക്കെ കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ പങ്കുവെക്കുന്നത് ഇവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ദിവസം ഞാൻ അതേ പായസം കൊടുത്തിട്ടുള്ള ഒരവസ്ഥയാണ് കേട്ടോ ഇത്. അവളിതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായില്ല ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.